എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും എൻ്റെ ആഗ്രഹങ്ങൾ നടന്നിരുന്നെങ്കിൽ എന്ന്. എന്നാൽ വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം മതിയോ? അവിടെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന വാക്കിൻ്റെ പ്രസക്തി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മാനിഫെസ്റ്റേഷൻ എന്താണെന്നും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ചുമാണ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ച് അത് യാഥാർത്ഥ്യമാക്കുന്ന രീതിയാണിത്. ഇത് വെറുമൊരു മാന്ത്രിക വിദ്യയല്ല. ഇതിന് പിന്നിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു തത്വമുണ്ട്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്. നിങ്ങൾ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ നെഗറ്റീവ് സാഹചര്യങ്ങൾ കൂടും. എന്നാൽ പോസിറ്റീവായി ചിന്തിക്കുകയും ആത്മവിശ്വാസം പുലർത്തുകയും ചെയ്താൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. മാനിഫെസ്റ്റേഷൻ തുടങ്ങാൻ 3 പ്രധാന സ്റ്റെപ്പുകളുണ്ട്. 1. ക്ലാരിറ്റി. 2. വിഷ്വലൈസേഷൻ. 3. അഫിർമേഷൻസ്. എന്താണ് വ്യക്തത? നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയണം. എനിക്കൊരു ജോലി വേണം എന്നതിനേക്കാൾ എനിക്ക് ഇന്ന കമ്പനിയിൽ ഇന്ന പൊസിഷനിൽ ഒരു ജോലി വേണം എന്ന് വ്യക്തമായി തീരുമാനിക്കുക. നമ്മളൊരു ടാക്സിയിൽ കയറിയിട്ട് ഡ്രൈവറോട് എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞാൽ അയാൾ എങ്ങോട്ടും കൊണ്ടുപോകില്ല. അതുപോലെയാണ് ജീവിതവും. നിങ്ങൾക്ക് ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയുള്ളതായിരിക്കണം, എത്ര മുറികൾ വേണം, ഏത് സ്ഥലത്തായിരിക്കണം, ഈ വ്യക്തത നിങ്ങളുടെ തലച്ചോറിന് കൃത്യമായ ഒരു മാപ്പ് നൽകുന്നു. അവ്യക്തമായ ആഗ്രഹങ്ങൾ അവ്യക്തമായ ഫലങ്ങളെ നൽകൂ. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ഒരു പേപ്പറിൽ കൃത്യമായി എഴുതി വെക്കുക. ലക്ഷ്യത്തിലേക്കുള്ള വ്യക്തത എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം? നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം സന്തോഷിക്കും? ആ സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കുക. ആ നിമിഷം കണ്ണടച്ച് കാണാൻ ശ്രമിക്കുക. നമ്മുടെ മനസ്സിന് സത്യവും ഭാവനയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. നിങ്ങളുടെ ആഗ്രഹം സഫലമായി എന്ന് സങ്കല്പിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ ആഗ്രഹിച്ച കാർ വാങ്ങിക്കഴിഞ്ഞു. ആ കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ തൊടുമ്പോഴുള്ള അനുഭവം, ആ സമയത്തെ നിങ്ങളുടെ സന്തോഷം എന്നിവ കണ്ണടച്ച് അനുഭവിക്കുക. നിങ്ങൾ ദിവസവും 5 മിനിറ്റ് ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികൾ നിങ്ങളുടെ കണ്ണിൽ തെളിഞ്ഞു വരികയും ചെയ്യും. അടുത്തതാണ് ദൃഢപ്രസ്താവന. എനിക്കിത് സാധിക്കില്ല എന്നതിന് പകരം ഞാനിത് നേടിയെടുക്കാൻ പ്രാപ്തനാണ് എന്ന് ദിവസവും സ്വയം പറയുക. നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. എനിക്കിതിന് കഴിയില്ല, ഞാനൊരു പരാജയമാണ് തുടങ്ങിയ നെഗറ്റീവ് ചിന്തകളെ മാറ്റിപ്പണിയണം. അതിനു പകരം ഞാൻ വിജയിക്കാൻ അർഹനാണ്, എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ വർത്തമാനകാലത്തിൽ പറയുക. ഇത് നിങ്ങളുടെ അബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുൻപും ഇത് പറയുന്നത് കൂടുതൽ ഫലപ്രദമാണ്. പ്രപഞ്ചത്തിലെ എല്ലാം ഊർജമാണ്. നമ്മൾ പുറപ്പെടുവിക്കുന്ന ഊർജത്തിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു. നിങ്ങൾ എപ്പോഴും ദേഷ്യത്തിലും സങ്കടത്തിലുമാണെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവൂ. എന്നാൽ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയരുന്നു. നിലവിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറഞ്ഞു തുടങ്ങുക. എനിക്ക് നല്ലൊരു കുടുംബമുണ്ട്, ഭക്ഷണമുണ്ട് എന്നൊക്കെയുള്ള ചിന്തകൾ കൂടുതൽ നല്ല കാര്യങ്ങളെ ആകർഷിക്കും. മാനിഫെസ്റ്റേഷൻ എന്നാൽ വെറുതെ സ്വപ്നം കണ്ട് ഇരിക്കലല്ല. നിങ്ങൾ ഒരു മാറ്റത്തിനായി ആഗ്രഹിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് ചില അവസരങ്ങൾ മുന്നിൽ എത്തിക്കും. അത് തിരിച്ചറിയുകയും ആവേശത്തോടെ പ്രവർത്തിക്കുകയും വേണം. പരീക്ഷയിൽ ജയിക്കാൻ മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, പഠിക്കാനുള്ള മനസ്സ് കൂടി കാണിക്കണം. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ പഠിക്കാൻ പ്രേരിപ്പിക്കും എന്നതാണ് മാനിഫെസ്റ്റേഷൻ്റെ വിജയം. ഇത് എപ്പോൾ നടക്കും, ഇത് നടക്കുമോ എന്നൊക്കെയുള്ള പേടി മാനിഫെസ്റ്റേഷനെ തടസ്സപ്പെടുത്തും. നിങ്ങൾ ഓൺലൈനിൽ ഒരു സാധനം ഓർഡർ ചെയ്താൽ അത് വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. ആ ഉറപ്പോടെ ഇരിക്കുക. നടക്കുമോ എന്ന സംശയം ഒഴിവാക്കുക. കഠിനാധ്വാനം ചെയ്യുക. ബാക്കി കാര്യങ്ങൾ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. സമാധാനമായിരിക്കുക. മാനിഫെസ്റ്റേഷൻ എന്നത് വെറുമൊരു മാന്ത്രിക വിദ്യയല്ല. അത് നമ്മുടെ മനസ്സിനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ട്യൂൺ ചെയ്യുന്ന രീതിയാണ്. പോസിറ്റീവായി ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഫലം ഉറപ്പായും നിങ്ങളെ തേടിയെത്തും. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ ചിന്തകൾക്ക് വലിയ ശക്തിയുണ്ട്. ഇന്നു മുതൽ പോസിറ്റീവായി ചിന്തിച്ചു തുടങ്ങുക. ഓർക്കുക, യുവർ തോട്ട്സ് ക്രിയേറ്റ് യുവർ റിയാലിറ്റി. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.